ഹായ്, എല്ലാവർക്കും നമസ്കാരം. രേണുസുധിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ രേണുസുധിയെ അനുകൂലിച്ചിട്ടാണ് വീഡിയോ ഇട്ടിരുന്നത്. കാരണം ഒരു സ്ത്രീ ഭർത്താവ് മരിച്ച ശേഷം അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസരം മറ്റുള്ളവരായിട്ട് നഷ്ടപ്പെടുത്തരുത്, അതിനിടയിൽ കയറരുത്, അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, അവരെ ആരും ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ എന്നൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ ആകെ മാറിയിരിക്കുകയാണ്. കാരണം അവരെ സഹായിച്ചവരെയൊക്കെ അവർ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് അവരുടെ വാക്കും പ്രവൃത്തിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ അവർക്ക് സ്ഥലം കൊടുത്ത ഫാദർ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കല്ല ഞാൻ സ്ഥലം കൊടുത്തത്, അവരുടെ ഫാമിലിക്ക് അല്ല കൊടുത്തത്, 2 അനാഥരായ മക്കൾക്കാണ് കൊടുത്തത്. അത് വീട് വെച്ച് കൊടുത്തതും അങ്ങനെ തന്നെയാണ്, അന്തരിച്ച സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ രേണുസുധിയുടെ ഫാമിലിക്ക് കയറി താമസിക്കാൻ വേണ്ടി അല്ല ഞങ്ങൾ ഈ സഹായം ചെയ്തത് എന്ന് സംസാരിക്കേണ്ടായി. നമുക്കൊക്കെയും പറയാനുള്ളത് അത് തന്നെയാണ്. പക്ഷേ രേണുസുധി ജോലിക്ക് പോകുന്ന സമയത്ത് ചെറിയ ആയിട്ടുള്ള ആ കുട്ടിയെ നോക്കാൻ ആളെ വേണം, അല്ലേ? വീട്ടിൽ ആരെങ്കിലും വേണം, ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അമ്മയും അച്ഛനും ആ വീട്ടിൽ താമസിക്കുന്നതിനോട് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ചേച്ചിയും ഫാമിലിയും ഒന്നും ഇവരുടെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമായിട്ട് എനിക്കും തോന്നുന്നില്ല. പലരും പറയുന്ന പോലെ തന്നെ അത് സുധിയുടെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീടായതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ ആ ഫാമിലിയിൽ അധികാരം കാണിക്കുന്നതിനോടോ ഈ സുധിയുടെ മൂത്ത മകനെ അവിടെ സ്ഥാനമില്ലാത്ത രീതിയിലാക്കി തീർക്കുന്നതിനോടോ എനിക്ക് യോജിപ്പില്ല. ഇവർ പറഞ്ഞത് ഇവർക്ക് വെച്ചു കൊടുത്ത വീട് ചോർച്ചയുണ്ടെന്നാണ്. അതിലൂടെ ഈ വീട് വെച്ചു കൊടുത്ത ആളുടെ ബിസിനസ് തകരുന്ന ഒരു നിലയിലേക്ക് എത്തി. അദ്ദേഹം കേസ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെയാണ് അറിഞ്ഞത്. അദ്ദേഹം വെച്ചു കൊടുത്ത വീട് ചോരുന്നില്ല എന്ന് മാത്രമല്ല, ശക്തമായ മഴ പെയ്യുമ്പോൾ ഗ്ലാസ് ഇടേണ്ട ഒരു ഭാഗം ഉണ്ടായിരുന്നു, ആ ഭാഗത്ത് ഇവർ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാറ്റടിക്കുമ്പോൾ ചാറിൽ തെറിച്ചിട്ടാണ് മഴ അകത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അവിടെ ഒരു ഗ്ലാസ് ഇടാവുന്നതേ ഉള്ളൂ. കാരണം ഒത്തിരി വർക്കുകൾ രേണുസുധിക്ക് കിട്ടുന്നുണ്ട്. രേണുസുധി മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എനിക്ക് ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ കാണിക്കുന്നത് കണ്ടു നമ്മൾ. അപ്പോഴൊക്കെ നമ്മൾ വളരെ സഹതാപത്തോടെയാണ് രേണുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത്. കാരണം ഇത്രയും ആളുകൾ പറ്റിക്കുകയാണല്ലോ. കാരണം വിവാദം ഉണ്ടാക്കിയിട്ട് ഓരോ റീൽസും ഈ പെണ്ണിനെ വെച്ച് മുതലെടുപ്പ് നടത്തിയിട്ട് റീൽസും വൈറലാക്കുകയാണ് ഇവരെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെന്നാണ് ഞാൻ ധരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ധരിക്കുന്നത്. കാരണം ഓരോ നെഗറ്റീവ് വിവാദങ്ങൾ ഉണ്ടാക്കുക ഈ സ്ത്രീയെ വെച്ചിട്ട്, എന്നിട്ട് അതിനിടയിൽ കുറേ അധികം ആളുകൾ മുതലെടുപ്പ് നടത്തുകയാണ്. ഇവർക്ക് അധികം വരുമാനമൊന്നും അതിലൂടെ കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇത്ര സാമർത്ഥ്യമുള്ള രേണുസുധി അങ്ങനെ ചെന്ന് തല വെച്ച് കൊടുക്കുമോ? ഇപ്പം അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. കാരണം ഒത്തിരി വർക്കുകൾ രേണുസുധിക്ക് വരുന്നുണ്ട്. വീട്ടിലിരിക്കാൻ നേരം കിട്ടാത്ത രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം സ്ഥിരമായി കിട്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ രേണുസുധി പറയുന്നതൊക്കെ കള്ളമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്തെങ്കിലുമൊക്കെ ബാങ്ക് ബാലൻസ് ഒക്കെ കാണാതിരിക്കില്ല, എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പൊക്കെ ഉണ്ടാവും. ദിവസവും വർക്ക് കിട്ടുന്ന ആളാണ്. കാരണം മാസത്തിൽ 15 ദിവസം വർക്ക് കിട്ടുന്ന ആളുകൾക്ക് പോലും അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ചു പോകാമെന്നാണ് ഈ മേഖലയിൽ ജോലി എടുക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വർക്കുള്ള രേണുസുധിക്ക് അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടുന്നുണ്ടാവും. അത് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരാളൊരു സഹായം എന്നുള്ള നിലയ്ക്ക് ആ മക്കൾക്കും ആ അമ്മയ്ക്കും കയറി കിടക്കാൻ ഒരു കൂര എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു വീട് വെച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ തകർക്കുന്ന രീതിയിലേക്കുള്ള സംസാരങ്ങൾ പോകരുതായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരത് പരിഹരിക്കണം. കാരണം വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട് വെച്ച് കൊടുത്തവരുടെ പാർട്ട് കഴിഞ്ഞു, അല്ലേ? പിന്നീട് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ആ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. രേണുസുധിക്ക് അത്യാവശ്യം വരുമാനമുണ്ട്, അപ്പോൾ ഒരു ഗ്ലാസ് വെക്കാനൊന്നും അത്ര പാടുണ്ടാവില്ല. അത് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വീട് വെച്ച് കൊടുത്ത ആൾ പറയുന്നത് രേണുസുധി ഈ വീട്ടിലൊക്കെ താമസമാക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വർക്ക് ഏരിയയും കൂടി വേണം, അത് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട് വെച്ച് തന്നു, ഇനി വർക്ക് ഏരിയയും കൂടി ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ബഡ്ജറ്റിനെക്കാളും അധികം പൈസയായി ആ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് അതിൽ പൈസ ഇറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നാണ്. നമുക്കറിയാം ഒരു ബിൽഡറെ സമീപിക്കുന്നത് എങ്ങനെയായിരിക്കും. കാരണം അവരുടെ വർക്ക് പെർഫെക്റ്റ് ആണ്, നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരാളൊരു വീട് പണിയാൻ ഏൽപ്പിക്കുക, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും തട്ടിക്കൂട്ട് പരിപാടിയാണ്, ചോരുന്ന വീടാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ആരെങ്കിലും സമീപിക്കുമോ? അപ്പോൾ അത്തരത്തിലൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ രേണുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ചോർച്ച ഉണ്ടായതെന്ന് അവർ പറയേണ്ടിയിരുന്നു. ഈ ഗ്ലാസ് ഇല്ലാത്ത ഭാഗത്തുകൂടി മഴ തെറിച്ച് വീഴുന്നതാണെന്ന് പറയേണ്ടിയിരുന്നു, അല്ലാതെ ചോരുന്നു എന്നായി
ആയിരുന്നില്ല പറയേണ്ടിരുന്നത്. പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. ഒരു പെൺകുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകട്ടെ എന്ന് മറ്റുള്ളവർ കരുതുമ്പോൾ കുറേയധികം ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്ത് സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഞാൻ എങ്ങനെയും ജീവിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ എന്തും പറയും, ഞാൻ എന്തും പ്രവർത്തിക്കും എന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് തന്നെയാണ് ഇപ്പോൾ രേണുസുതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആളാണ് ഞാൻ രേണുസുതിയെ. ഇപ്പോൾ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. കാരണം രേണുസുതിയുടെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല എന്നാണ് ദിവസം ദിവസം കഴിയുന്തോറും നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ട്രോഫി വിവാദം നമ്മളൊക്കെ കണ്ടതാണ്. ആ ട്രോഫി, സുധിയുടെ ട്രോഫി എല്ലാം കൂടി ചാക്കിൽ കെട്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. അതിന് രേണുസുതി പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞാണ് ഋതപ്പൻ, അവനെടുത്ത് കളിക്കും, അപ്പോൾ അത് ഒടിഞ്ഞു പോകും, പിന്നെ അത് പ്രശ്നമാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ രേണുസുതിയുടെ ട്രോഫികളെല്ലാം തന്നെ ടീപ്പോയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് അത് എടുക്കുന്നതും അത് തിരിച്ചു വെക്കുന്നതും ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ ശ്രദ്ധാപൂർവമാണ് അത് എടുക്കുന്നതും അത് തിരിച്ചു വെക്കുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ട്രോഫി നശിപ്പിച്ചാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലാണോ അതവിടെ വെച്ചത്? അതുപോലെ തന്നെ രേണുസുതി പറഞ്ഞ മറ്റൊരു കള്ളത്തരം, ഞാൻ ഓരോ അവാർഡുകൾ കിട്ടും, ഞാനത് ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കും, അല്ലാതെ മനഃപൂർവ്വം കൊണ്ട് വെച്ചതൊന്നും അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മുൻ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരുടെ ട്രോഫികൾ 4 ആൾ കാണുക വെച്ചു എന്നുള്ളതാണ്. ഓരോരുത്തരും വന്നിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കാൻ പാകത്തിന് ഓർഡറിൽ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് കുഞ്ഞിൻ്റെ മേൽ പഴിചാരിയിട്ട് ഭർത്താവിൻ്റെ ട്രോഫികളെല്ലാം കൂടി ഒരു ചാക്കിൽ കെട്ടി കട്ടിലടി തള്ളി എന്നുള്ളതാണ്. നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ പൊന്നുപോലെ സൂക്ഷിക്കും, അതൊക്കെ ഭദ്രമായി വെക്കും. ആ കുഞ്ഞ് അതൊന്നും നശിപ്പിക്കും. കാരണം ചാക്കിൽ കെട്ടി വെച്ച സാധനം ആ കുഞ്ഞിന് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാം, ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടെന്ന് അവനറിയാം, അതെടുക്കാൻ അവനറിയാം. അപ്പോൾ അത്രയും ഈസി ആയിട്ട് അവന് കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അവനെ പേടിച്ചിട്ടാണ് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞാൽ ന്യായീകരണത്തോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. അതൊക്കെ കള്ളത്തരമാണെന്ന് നമുക്ക് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കള്ളത്തിന് മീതെ കള്ളം പറഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ പലതും കള്ളമാണെന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് എന്നെ പോലുള്ള പല ആളുകളും തിരിച്ചറിയാണ്. അപ്പോൾ നമുക്ക് തോന്നുകയാണ്, എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത്, ഇവർ ഈ പറയുന്നതൊക്കെ കള്ളമാണല്ലോ, എന്തിനാണ് എന്ന് തോന്നുകയാണ്. ആ തരത്തിലേക്കാണ് ഇപ്പോൾ രേണുസുതിയുടെ പോക്ക്. അതുപോലെ തന്നെ പെയറായിട്ട് ആ കൂടെ അഭിനയിക്കുന്ന പയ്യൻ, അവനുമായിട്ട് ഒത്തിരി വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളത് അവരുടെ തൊഴിലാണ്, അതിലിടപെടേണ്ട കാര്യമില്ല, അവൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ പയ്യനും പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവായിട്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായാലല്ലേ റീൽസ് വൈറലാവുള്ളൂ, അങ്ങനെ തന്നെയല്ലേ ഇതുവരെയുള്ള റീൽസൊക്കെ വൈറലായി എന്ന് അവനും ഒരു ഇൻ്റർവ്യൂക്കിടെ പറയുന്നുണ്ട്. അപ്പം നമ്മളും കരുതിയത് ഈ റീൽസൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരിതൊക്കെ കാട്ടിക്കൂട്ടണേ. പക്ഷേ പരിധി വിട്ട പല സംസാരങ്ങളും ഈ അടുത്തിടെ രേണുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് വളരെ അപമാനകരമായിട്ട് തോന്നുകയാണ്. കാരണം എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ ആളുകളെ കൊണ്ട് പറഞ്ഞ് ജീവിക്കുന്നത്? അതിനേക്കാൾ നല്ലത് ഇവർക്ക് മിണ്ടാതിരുന്നൂടെ, അവനവൻ്റെ തൊഴിൽ ചെയ്ത് മിണ്ടാതെ, അവനവൻ്റെ പാട് നോക്കി മിണ്ടാതെ ജീവിച്ചൂടെ? വരുന്നേയും പോകുന്നേയും പല ചാനലുകൾക്കും വായിൽ തോന്നിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അവനവൻ്റെ വർക്ക് ചെയ്യുക, പോവുക, കഴിഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എത്രയോ പേര് ഈ മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നു, അവർക്കൊന്നും ഈ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ. അതിന് പ്രധാന കാരണം രേണു തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാലും ജീവിക്കാനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് സ്വയം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല.